ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മെക്ടെക്കിന്റെ മറ്റൊരു വീഡിയോ സ്വാഗതം. ഞാൻ കൃഷ്ണദാസ്. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് സിമെന്റ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് വീട്ടിൽ ഇൻഡോറിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഫ്ലവർ പോട്ടാണ്. അപ്പൊ ഇതെല്ലാവർക്കും വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് ചെലവ് കുറവിൽ മേക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ മേക്ക് വീഡിയോ നമുക്ക് ആദ്യം അടക്കാം. അതിന് മുമ്പായിട്ട് എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടെത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇതിന്റെ മേക്ക് വീഡിയോ ഇടാം. അപ്പൊ ഫ്രണ്ട്സ്, നമുക്കപ്പോൾ ആദ്യം വേണ്ടത് ഈ സിമെന്റ് ഒക്കെ ഒഴിച്ചു വെക്കാൻ വേണ്ടിട്ട് ഒരു മോൾഡാണ് തയ്യാറാക്കേണ്ടത്. അപ്പൊ അതിനായിട്ട് ഇതുപോലെ ഒരു കാർഡ്ബോർഡ് നല്ല കട്ടിയിലുള്ളത് എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഷേപ്പ് അതിൽ വരച്ചു കൊടുക്കണം. അപ്പൊ അതിനായിട്ട് ആദ്യം സ്കെയിൽ യൂസ് ചെയ്ത് ഇതുപോലെ ഒരു 10 സെന്റിമീറ്റർ നേരെ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിന്റെ സെന്റർ ഒന്ന് അടയാളപ്പെടുത്തുക. ഇപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ ഇട്ടതിന് ശേഷം നമുക്കൊരു പ്രൊട്രാക്ടർ യൂസ് ചെയ്തുകൊണ്ട് ഇതിന്റെ സെന്ററിൽ വെച്ച് ഒരു വശം 3 ഭാഗമാക്കി തിരിക്കുക. അതുപോലെ അതിന്റെ മറുവശവും 3 ഭാഗമാക്കി തിരിക്കുക. അങ്ങനെ നമുക്കൊരു 6 ഭാഗമാക്കി വേണം ഇതിനെ തിരിക്കാൻ. അപ്പോൾ ഇങ്ങനെ പോയിന്റുകൾ അടയാളപ്പെടുത്തിയതിനു ശേഷം നമുക്ക് ഈ പോയിന്റുകളെല്ലാം കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കാം. അപ്പോൾ ഇതുപോലെ സ്കെയിൽ വെച്ച് നമ്മൾ നേരത്തെ വരച്ച ലൈനിന്റെ സെന്ററിൽ നിന്നും മറ്റേ പോയിന്റിലേക്ക് ഒരു 5 സെന്റിമീറ്റർ നീളത്തിൽ വേണം വരയ്ക്കാൻ. അപ്പോൾ ഇതുപോലെ എല്ലാ വശവും വരച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ലൈനുകളുടെ അറ്റങ്ങൾ ഇതുപോലെ കൂട്ടി യോജിപ്പിച്ച് നീട്ടി വരയ്ക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാ വശവും നീട്ടി വരയ്ക്കുക. അപ്പോൾ അവസാനം നമുക്ക് ഇതൊരു സ്റ്റാറിന്റെ ഷേപ്പിലാവും കിട്ടുക. ഇനി ഇതുപോലെ സ്കെയിൽ വെച്ച് ഈ പോയിന്റിൽ നിന്നും പുറത്തേക്ക് ഇതുപോലെ ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുക. അതുപോലെ എല്ലാ വശത്തും വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളം ഈ ലൈനുമേൽ അടയാളപ്പെടുത്തി ഇവ രണ്ടും കൂട്ടി വരയ്ക്കാം. ഇപ്പോൾ ഇതുപോലെ എല്ലാ വശവും കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ മറ്റൊരു കാർഡ്ബോർഡാണ്. ഇനി ഈ കാർഡ്ബോർഡിൽ ഈ ഷേപ്പിലാണ് നമുക്ക് ഇനി വരച്ചെടുക്കേണ്ടത്. അപ്പൊ അതിനായിട്ട് സ്കെയിൽ യൂസ് ചെയ്ത് ആദ്യം അതിന്റെ അടിവശം 7.8 സെന്റിമീറ്റർ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിന്റെ സെന്റർ അടയാളപ്പെടുത്തുക. എന്നിട്ട് നമുക്ക് ഒരു 15 സെന്റിമീറ്റർ ഇതിന്റെ സെന്ററിൽ നിന്നും മുകളിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ലൈനിന്റെ അറ്റം 2 വശവുമായി ഇതുപോലെ കൂട്ടി യോജിപ്പിക്കുക. എന്നിട്ട് നമുക്ക് ഇതിന്റെ അറ്റത്ത് നിന്നും ഇതുപോലെ ഒന്ന് ചെരിച്ച് 4 സെന്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിന്റെ അറ്റവും ഇതുപോലെ കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ ഇതുപോലത്തെ ഷേപ്പിൽ നമുക്ക് 6 കഷ്ണങ്ങൾ വേണം. ഇനി നമ്മൾ നേരത്തെ വരച്ചത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ കാർഡ്ബോർഡ് മേൽ വരച്ച ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്തൊന്ന് മടക്കി കൊടുക്കണം. അപ്പൊ അതിനായിട്ട് ബ്ലേഡ് യൂസ് ചെയ്ത് അധികം അമർത്തി വരയ്ക്കാതെ ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് ഇത് പിറകിലേക്ക് ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാ വരകളും കട്ട് ചെയ്ത് മടക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ അത് കട്ട് ചെയ്ത് ഷേപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ മറ്റ് 6 കഷ്ണങ്ങളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒട്ടിക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ കൂട്ടി മുട്ടിച്ച് ഫ്ലഷ് ക്യൂക്ക് വെച്ച് നന്നായി ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ എല്ലാ വശവും മുട്ടിച്ച് ഇതുപോലെ ഒരു പാത്രത്തിന്റെ ഷേപ്പായി കിട്ടും. പിന്നെ നമുക്ക് ബാക്കി 6 കഷ്ണങ്ങളും ഇതിന്റെ മുകളിൽ ഇതുപോലെ വെച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പൊ നമ്മളതെല്ലാം അങ്ങനെ ഒട്ടിച്ച് സിമെന്റ് ഒഴിക്കാനുള്ള മോൾഡ് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിമെന്റ് കൂട്ടണം. അപ്പൊ നമ്മൾ ഇവിടെ എടുത്തുള്ളത് വൈറ്റ് സിമെന്റ് ആണ്. ഇതിന് 1 കിലോയ്ക്ക് 30 രൂപയോളാണ് വരുന്നത്. അപ്പൊ ഇതുപോലത്തെ നമ്മൾ 2 പാക്കറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വൈറ്റ് സിമെന്റ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ സിമെന്റ് മിക്സ് ചെയ്ത് ഈ പരിവിലാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മോൾഡിന് ചുറ്റോറം ടാപ്പ് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിമെന്റ് ഒഴിക്കും പുറത്തേക്ക് വരാതിരിക്കാനാണ് ഇങ്ങനെ ടാപ്പ് ചുറ്റി കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാൻ ഇതുപോലെ ഒരു കനം കുറഞ്ഞ പൈപ്പ് ആവശ്യമുണ്ട്.
ഇനി നമുക്ക് ഈ മോൾഡിന്റെ ഉള്ളിലേക്ക് സിമെന്റ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതുപോലെ പകുതിയോളം സിമെന്റ് ഇട്ടതിന് ശേഷം നമുക്കിനി ആ പൈപ്പ് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം ബാക്കിയെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പൈപ്പിന്റെ മേലെ കുറച്ച് എണ്ണ വല്ലതും തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് എടുക്കാൻ കുറച്ച് സിമ്പിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഇതെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം ഒരു 24 മണിക്കൂറോളം ഇത് ഉണങ്ങാൻ വെക്കണം. അതിനുശേഷം നമുക്കിത് പൊളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അതെല്ലാം ഉണങ്ങി സെറ്റ് ആയിട്ട് ഇനി നമുക്ക് ഇതിന്റെ പുറത്തെ മോൾഡ് പൊളിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ വിചാരിച്ച പോലെയല്ല, പൈപ്പ് നന്നായിട്ട് ഉറച്ചുണ്ട്. നമുക്ക് അതെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് നമ്മളപ്പോൾ പിന്നീട് എടുക്കാം. അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം അതിന്റെ പുറത്തല്ല കാർബോർഡും പറിച്ചു കളയാം. പിന്നെ ഇതിന്റെ അറ്റാധികം ഷേപ്പ് ഒന്നും ആയിട്ടില്ല. നമുക്കിതൊരു സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് ഉരച്ചിട്ട് ഒന്ന് ഷേപ്പ് ആക്കി എടുക്കാനുണ്ട്. അപ്പൊ നമ്മളങ്ങനെ ഇത് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മൾ സാധാ സിമെന്റ് യൂസ് ചെയ്തിട്ട് കുറച്ച് പാത്രങ്ങൾ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോഴെല്ലാ സിമെന്റും മുറിച്ചതിന് ശേഷം നമുക്കൊരു ബക്കറ്റിൽ വെള്ളം എടുത്ത് അതിലെല്ലാം ഇറക്കി വെക്കണം. ഒരു ഏകദേശം 5-6 ദിവസമെങ്കിലും ഈ സിമെന്റ് കൊണ്ട് ഉണ്ടാക്കിയ പാത്രങ്ങളെല്ലാം വെള്ളത്തിൽ ഇട്ട് വെക്കണം. എന്നാലും അതിന് നന്നായിട്ട് ഉറപ്പ് കൂടുള്ളൂ. അപ്പോഴങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇതൊന്ന് പെയിന്റ് അടിച്ച് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ മുകളിൽ നമ്മൾ ഫാബ്രിക് പെയിന്റ് ആണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഫ്ലവർ പോട്ടിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഡിസ്ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോനെ കുറിച്ചൊരു കമന്റ് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.